ഈശോ മിശിഹായിലേറെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം ദൈവവചനത്തിലൂടെ ഈ ആഴ്ച നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27 മുതലുള്ള ദൈവവചന ഭാഗങ്ങളാണ്. ഈ ദൈവവചനം പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ അതിനു തൊട്ടു മുമ്പായി തന്നെ ഇന്നത്തെ പഴയ നിയമ വായനകളെക്കുറിച്ചും ലേഖന ഭാഗത്തെക്കുറിച്ചും ഒരു ചെറിയ ചിന്ത അനിവാര്യമാണ്. ഒന്നാം വായനയിൽ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 37 മുതലുള്ള തിരുവചന ഭാഗത്ത് ഈജിപ്തിന്റെ അധിപനായി ജോസഫിനെ ഉയർത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തെയാണ് കണ്ടെത്തുന്നത്. സഹോദരങ്ങളാൽ പരിത്യക്തനായവനെ, അനേകരാൽ പരിത്യക്തനായവനെ ഈജിപ്തിന്റെ മുഴുവനും അധിപനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ സ്നേഹം. ദൈവം എളിയവനെ ഉയർത്തി വലുതാക്കുകയാണ്. രണ്ടാമത്തെ വായനയിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായം 2 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഇടയബാലനായ ദാവീദിനെ ഉയർത്തി വലുതാക്കുന്ന ദൈവത്തിന്റെ കരുണയാണ് കാണുന്നത്. ഇസ്രായേലിൽ വലിയവനായി ഉയർത്തപ്പെടുന്നതായി വചനത്തിൽ നാം കാണുന്നു. അവനും സഹോദരങ്ങളിൽ ഏറ്റവും ബലഹീനനായവനായിരുന്നു. രണ്ട് ബലഹീനരെന്ന് കരുതപ്പെട്ടവരെ ദൈവം ഉയർത്തിയതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് പഴയ നിയമ വചനഭാഗങ്ങളിൽ നാം കാണുന്നത്. വീണ്ടും ലേഖന ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഉന്നതങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്ന ഈശോ മിശിഹായെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെയും പിതാവിന്റെ മഹത്വത്തിലേക്ക് വരുന്ന അങ്ങനെ ഒരു ഉയർത്തപ്പെടലിന്റെ സന്ദേശം ഈ വചനഭാഗങ്ങളിലൂടെ നിങ്ങൾ കാണുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 27 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. 3 വ്യക്തികളെ ഉയർത്തുന്ന ദൈവം തന്റെ പ്രിയപുത്രനെ സ്നേഹത്തോടെ ഉയർത്തുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ദൈവവചന ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഈശോ മിശിഹ ജെറുസലേമിലേക്കുള്ള തന്റെ അവസാന യാത്രയിലാണ്. 3-ാമത്തേതും അവസാനത്തേതുമായ ജെറുസലേം യാത്രയിൽ ഈശോയുടെ മനസ്സാകെ അസ്വസ്ഥമാണ് എന്റെ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത്. അത്ര കണ്ട് അസ്വസ്ഥനാകുന്ന ഈശോ, ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഗത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അസ്വസ്ഥനാകുന്നതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇവിടെ ദൈവവചന ഭാഗത്ത് ഈ ഭാഗത്ത് കാണുന്നുണ്ട് ഈശോ വളരെയേറെ അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥതയിൽ നിന്ന്, ഈ മനസ്സിന്റെ ഉത്കണ്ഠയിൽ നിന്ന്, ഈ ആകുലതയിൽ നിന്ന് ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു യാത്രയാണ് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ സുവിശേഷത്തിലൂടെ കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട് ഈശോ ഉയർത്തപ്പെടുന്നത് കുരിശിലൂടെയാണ് എന്നുള്ള സത്യം. ഈ ഏലിയാ സ്ലീവ മൂശ കാലഘട്ടത്തിൽ കുരിശിന്റെ മഹത്വത്തെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ ഈ മഹത്വീകരണം കുരിശിലൂടെയാണ് എന്നുള്ള സത്യം നമ്മളിവിടെ വ്യക്തമായി ഓർക്കുകയാണ്. ഭൂമിയിൽ മഹത്വപ്പെട്ട ക്രിസ്തു, അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഒക്കെ തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് കുരിശിലൂടെ മഹത്വപ്പെട്ട് ഈ മഹത്വത്തിന്റെ പൂർത്തീകരണത്തിൽ എത്താൻ പോവുകയാണ്. ക്രിസ്തു നമുക്ക് നൽകുന്ന ഈ മഹത്വീകരണം, ഈ ഉയർപ്പ്, ഈ ഉയർപ്പിന്റെ അനുഭവം, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു മഹത്വീകരണം കൂടിയാണ്. ക്രിസ്തു മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നതിലൂടെ നമുക്കും ഒരു ക്ഷണമുണ്ട്. ഇവിടെ നമ്മളും മഹത്വത്തിലേക്ക് ഉയർപ്പിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല്. അതിന് ഈ കുരിശിന്റെ വഴിയെ നാം ചരിക്കേണ്ടവരാണ്. കുരിശെടുക്കുവാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ, കുരിശിന്റെ വഴിയിലൂടെ ചരിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ ഉയർപ്പിലേക്ക് നമുക്ക് പങ്കുകാരാകുവാനായി സാധിക്കും. ഇനി ഈ ഉയർപ്പിക്കപ്പെടുന്ന വ്യക്തി, അതായത് മനുഷ്യപുത്രൻ ഇവിടെ ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നുണ്ട്.
ഈ ഉയർപ്പിലേക്ക്, അതായത് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വഴിത്താരകളിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ ഒരു അനുതാപത്തിന്റെ ജീവിതം, കുരിശെടുക്കാനുള്ള മനസ്സ്, വലിയ ത്യാഗപൂർണമായ ഒരു ജീവിത മനോഭാവം, ഇവയൊക്കെ സ്വന്തമാക്കുമ്പോഴാണ് ഈ ക്രിസ്തുവിന്റെ മഹത്വത്തിലൂടെ കടന്ന് പിതാവിന്റെ മഹത്വം സ്വന്തമാക്കുവാൻ വേണ്ടി പറ്റുക. ഈ വചനം ചിന്തിക്കുമ്പോൾ, ഈ വചനം പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇതിനു വേണ്ടി തന്നെയാണ്. ക്രിസ്തുവിനോടൊത്ത് ഉയർപ്പിക്കപ്പെടുന്നവരായി മാറുന്നത്, ഉത്കണ്ഠ നിറഞ്ഞ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്ന്, അസ്വസ്ഥമാകുന്ന ആത്മാവിന്റെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് കുരിശ് വഹിച്ച് ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള മനസ്സ് സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോയ്ക്ക് കൃത്യമായും അറിയാം. ഈശോ ഇതിനു മുമ്പ് പലതവണ വചനഭാഗത്ത് പറയുന്നുണ്ട്, എന്റെ സമയമായിട്ടില്ല, എന്റെ സമയമായിട്ടില്ല എന്ന് പറയുന്ന ക്രിസ്തു ഇവിടെ വ്യക്തമായും പറയുകയാണ്, എന്റെ സമയമായിരിക്കുന്നു. ഞാൻ സഹിക്കാനുള്ള സമയമായിട്ടുണ്ട്, ഞാൻ കുരിശെടുക്കാനുള്ള സമയമായിട്ടുണ്ട്, അതിലൂടെ ഞാൻ പിതാവുമായി ഒന്നായി തീരേണ്ട സമയമായി എന്നുള്ള തിരിച്ചറിവ്. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ ഈ കുരിശെടുക്കുവാൻ നമ്മളും വിളിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുരിശിനോട് വിമുഖതരാകാതെ ക്രിസ്തുവിന്റെ കുരിശെടുക്കുവാനുള്ള മനസ്സ് സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ദൈവവചന ഭാഗത്ത് അവസാനമായി നമ്മൾ കാണുന്നുണ്ട് പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കേണ്ട അവസ്ഥ. യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനോടുകൂടെ കുരിശെടുത്ത് മഹത്വത്തിലെത്തുന്ന വ്യക്തി പ്രകാശത്തിലാണ്. ക്രിസ്തുവിനോടുകൂടി കുരിശെടുത്ത് മഹത്വത്തിലെത്തുന്ന വ്യക്തി പ്രകാശത്തിലാണ്. ദൈവത്തിന്റെ പ്രകാശം അവരുടെ ജീവിതത്തിലുടനീളം വ്യാപരിക്കും. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ, ഭൂമിയിൽ നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവിൽ ജീവിക്കുമ്പോൾ കുരിശുകളെ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് സ്വന്തമാക്കാം. കുരിശെടുക്കുക പ്രയാസകരമാണ്, എങ്കിലും കുരിശുകളെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള മനസ്സ് സ്വന്തമാക്കാം. അപ്പോൾ ദൈവം നമ്മളെ തീർച്ചയായും ഉയർത്തും. നമ്മളെ ഉയർത്തുന്നതോ തളർത്തുന്നതോ ഒന്നും നമ്മുടെ കഴിവുകൾ കൊണ്ടോ മേന്മകൾ കൊണ്ടോ അല്ല, ദൈവമാണ് നമ്മെ ഉയർത്തുന്നത്, വലിയവനാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മനസ്സ് സ്വന്തമാക്കി കുരിശുകൾ എടുക്കുവാനുള്ള ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ മക്കളായി, പ്രകാശത്തിന്റെ ജീവിതം നയിക്കുന്നവരായി മാറുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും. ക്രിസ്തുവിനെ, മനുഷ്യപുത്രനെ ഉയർത്തിയ ദൈവം, ജോസഫിനെയും ദാവീദിനെയും ഉയർത്തിയ ദൈവം നമ്മുടെ ജീവിതത്തെയും കുരിശുകളിലൂടെ ഉയർത്തി മഹത്വപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ആത്മാർത്ഥമായി ദാഹിക്കാം. ഈ വചനം നമ്മുടെ ചിന്തകൾക്ക് വിഷയമായി മാറട്ടെ. നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.